ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ നേന്ത്രപ്പഴം കൊണ്ടാണ് കേട്ടോ. അതെ, ഈ നേന്ത്രപ്പഴം കൊണ്ട് നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കനം കുറച്ച് ഇതേപോലെ മുറിച്ചെടുക്കുക. നല്ല കനം കുറയ്ക്കാൻ പാടില്ല കേട്ടോ. ഒരു ലേശം കട്ടി ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ട് എടുക്കുമ്പോഴേ പൊടിഞ്ഞു പോവും. ഇതാ ഈ കനമൊക്കെ ആയിക്കോട്ടെ, കണ്ടില്ലേ? ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ ഒക്കെ ഞാൻ ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കത്തണ അടുപ്പത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അങ്ങോട്ട് വെക്കാം. പാത്രം ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് എല്ലായിടത്തും പരത്തി കൊടുക്കാം. നെയ്യ് ഉരുകി വരട്ടിനി. ഇനി പഴത്തിന് ചൂടായ നെയ്യിലേക്ക് അങ്ങോട്ട് പരത്തി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാനാണ് കേട്ടോ, ഓവറായിട്ടൊന്നും വേകാൻ പാടില്ലേ. ഇതൊന്ന് വാടി വരട്ടെ. ഇതാ ഒരു സൈഡ് ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ആ ഭക്ഷണം ഇതേപോലെ ഒന്നായി വരട്ടെ. ഇതിപ്പോൾ വെന്ത് ഒരു മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. എല്ലാം നമുക്ക് ഇതേപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ എല്ലാ പഴമും നമ്മൾ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നെയ്യ് കൂടുതലുണ്ടെങ്കിൽ നെയ്യ് ചേർക്കണ്ട കേട്ടോ. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതാ ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് ഗോൾഡൻ കളറായി വരട്ടിട്ടോ. അണ്ടിപ്പരിപ്പ് ഇത് കണ്ടില്ലേ മക്കളെ, ഈ കളറാവുമ്പോൾ നമുക്കിതിൽ അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റി തേങ്ങയൊക്കെ ഒന്ന് കളറായി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഒരു ചെറുതായിട്ടൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതാ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊരു ബ്രൗൺ കളർ പോലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പണ്ടെന്നാ പറയുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുത്തി ചിക്കിയെടുക്കാം. ഇപ്പം ഈ മുട്ട നമ്മൾ ഒഴിച്ചല്ലോ, അത് ഉടനെ തന്നെ മിസ്സാക്കരുത്. മുട്ട ഒന്ന് വെന്തതിന് ശേഷം വേണം നമ്മൾ എല്ലാം അതൊന്ന് മിക്സാക്കി എടുക്കാൻ. ഇതേപോലെ കേട്ടോ. നമ്മളിപ്പോൾ തേങ്ങയും മുട്ടയും അണ്ടിപ്പരിപ്പും ഒക്കെ അതാ ഇതേപോലെ മിക്സാക്കി എടുക്കാം. കോഴിമുട്ട ചിക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിൻ്റെ അടിയിൽ വെക്കണ പണ്ടെന്നാ പറയുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പണ്ടൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി കലക്കിയെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം.
അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരിച്ചിരി ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടി നന്നായിട്ട് അടിച്ച് മുട്ടയും മൈദ മാവും പാടെ ഒന്നിച്ച് മിക്സാക്കി എടുക്കുക. ഇത് നല്ല കട്ടിയല്ലേ, ഇനി നമുക്കിത് ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടി കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതാ മക്കൾ ഒരു ദിവസം മാവിൻ്റെ പരുവത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെക്കാം. കത്തണ അടുപ്പത്ത് തന്നെ വെക്കാം. ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം ചട്ടി ഒന്ന് ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ നെയ്യ് ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആവണം കേട്ടോ, സൈഡിലൊക്കെ ആവണം. ആ രീതിയിൽ വേണം പരത്തി കൊടുക്കാൻ. ഇനി നമ്മൾ വാട്ടി വെച്ച പഴത്തിന് എങ്ങനെ വെച്ച് കൊടുക്കാം, ഇങ്ങനെ നിരത്തി പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. തീ ഏറ്റവും കുറഞ്ഞ തീ വേണം വെക്കാൻ കേട്ടോ. ഇനി നമ്മളിതാ കലക്കി വെച്ച മാവിന് ദോശമാവ് ഒഴിക്കണ പോലെ ഇതിൻ്റെ ക്യാപ്പിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ സൈഡിൽ കൂടി ഈ പഴത്തിൻ്റെ ക്യാപ്പിലൂടെ ഒഴിച്ചാൽ അപ്പോൾ ആ പഴത്തിൻ്റെ ക്യാപ്പ് അങ്ങ് അടഞ്ഞു വരും കേട്ടോ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ അതിൻ്റെ ക്യാപ്പൊക്കെ നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങ പണ്ടം ഇട്ട് കൊടുക്കാം. പരത്തി ഇങ്ങനെ കുറച്ച് കട്ടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. സൈഡിൽ പടണ്ട. ഇത് നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഇങ്ങനെ മേലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതേപോലെ അതിൻ്റെ ക്യാപ്പൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ ഈ പഴത്തിൻ്റെ ക്യാപ്പൊക്കെ അടയ്ക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇത് ഞാൻ മേലെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ചെറിയ തീ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അവിടെ ഇരുന്നിങ്ങനെ വെന്ത് വരട്ടെ. ഇതേ മക്കളെ, നമ്മളിപ്പോൾ ഇത് 20 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. ഞാനിതാ ഈ ഒരു പാത്രത്തിലും കൂടിയിട്ട് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അത് നമുക്കിതിലിങ്ങനെ മറിച്ചെടുക്കാം. ഇത് വേഗം ഇളക്കി പോരും കേട്ടോ മക്കളെ, സൂക്ഷിച്ചെടുക്കണേ. ഇനി നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കളറാക്കി എടുക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ പഴം കൊണ്ടുണ്ടാക്കിയ സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമുക്കിനി ഇതൊരു പാത്രം ഇങ്ങനെ കമത്തി വെക്കാം. ഇതിൻ്റെ മേലെ കമത്തി വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ കൊട്ടിയെടുക്കാം. അയ്യ കണ്ടില്ലേ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് മക്കളെ. ഇത് ഇനി നമുക്ക് മുറിച്ചങ്ങോട്ട് എടുക്കാം. ഇനി നമുക്കിത് ഓരോരോ പഴത്തിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, പഴമും പണ്ടവും കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇപ്പം നോമ്പല്ലേ, രാവിലെ ആകുമ്പോൾ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതിയിട്ടൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള സമയം നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ, ആ സമയം മതി ഇത് ഉണ്ടാക്കാൻ. ഈ ചില മക്കൾ പഴുത്ത പഴം തന്നെ കൊടുത്താൽ തിന്നൂല. ആ തിന്നാത്ത മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ വേഗം തിന്നും. ഇനിയും വേണം ചോദിക്കും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കമൻറ്റിൽ എഴുതി അറിയിക്കുകയും വേണം കേട്ടോ.